ഇക്കുറി കാസർഗോഡ് UDF ചരിത്രം കുറിക്കുമെന്നും UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. LDF ലക്ഷ്യം വയ്ക്കുന്നത് കള്ളവോട്ടുകളാണെന്നും മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് അറുതി വരുത്തുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഉള്ളത്. അത്യന്തം ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരാവേശം ഓളം എങ്ങനെയാണെന്ന് സ്ഥാനാർത്ഥിയോടൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഈ കാസർഗോഡ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ 1977 കേരളത്തിൽ ആവർത്തിക്കും. അതായത് 2020 77 കേരളത്തിൽ 20 പാർലമെൻറ്റ് സീറ്റിൽ 20 സീറ്റും UDF നേടി. ഇത്തവണയും കേരളത്തിലെ സർവേകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ 20-ൽ 20 പിടിക്കും. വയനാട് കഴിഞ്ഞാൽ രണ്ടാമത്തെ സീറ്റ് കാസർഗോഡായിരിക്കും UDF ജയിക്കാൻ പോകുന്നത്. ചരിത്ര ഭൂരിപക്ഷം നേടി ലോക്സഭയിലെത്തും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടല്ലേ? തീർച്ചയായിട്ടും ചരിത്രപരമായ ഒരു അട്ടിമറി ഇവിടെ നടക്കാൻ പോവാണ്. 35 വർഷക്കാലമായി ഇവിടുത്തെ ജനങ്ങൾ ഒരേ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്, ഒരേ ചിഹ്നത്തിനാണ് വോട്ട് ചെയ്യുന്നത്. 15 വർഷമായി ഒരേ MP ആണ് ജയിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സ്ഥിതിയാണ് ഇവിടെ. ഒരു വികസനവുമില്ല. MPയോ ഗവൺമെൻറ്റോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് കാസർഗോഡിനോട് അവഗണന മാത്രമാണ്. 100 വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാം. കേന്ദ്ര സർവകലാശാലയോടൊപ്പം ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ തീരുമാനിച്ചു. അത് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ജനകീയ പ്രക്ഷോഭണം വന്നപ്പോൾ വീണ്ടും അതിവിടെ കൊണ്ടുവന്നു. പക്ഷേ ഒരു പണിയും ഇതുവരെ ആരംഭിച്ചില്ല. അതുപോലെ കാസർഗോട്ട് എൻഡോസൾഫാൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പട്ടികയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. അമ്മമാർ സമരം ചെയ്യുന്നു. ആ സമരം ന്യായമാണ്. ഉക്കിനടുക്കയിൽ അവിടെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി 10 കോടി കൊടുത്തു. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തീവണ്ടി സ്റ്റേഷനുകളുടെ സ്ഥിതി ദയനീയമാണ്. ഒരു തീവണ്ടി സ്റ്റേഷനും ഒരു സ്റ്റോപ്പും ഒരു വണ്ടിക്കുമില്ല. ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ്. പാളങ്ങൾ ഇരട്ടിപ്പിക്കണം, സ്റ്റേഷനുകൾ നവീകരിക്കണം. നവീകരിച്ച സ്റ്റേഷനുകളിൽ എല്ലാ വണ്ടികൾക്കും 1 മിനിറ്റെങ്കിലും സ്റ്റോപ്പ് കൊടുക്കണം. അത് കൊടുത്തേ മതിയാവൂ. എനിക്കൊരവസരം കിട്ടിയാൽ 5 കൊല്ലം കൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ ഞാൻ മാറ്റും. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്നിൽ വിശ്വാസമാണ്. അവരെന്നെ വിശ്വാസം അർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഇത്തവണ ഇവിടെ പാർലമെൻറ്റിൽ ജയിക്കും. LDFിൻ്റെ പാളയത്തിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകൾ എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളുണ്ട്, 2 നിയോജക മണ്ഡലങ്ങൾ, കല്യാശ്ശേരിയും പയ്യന്നൂരും. ഈ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് എത്രത്തോളം വോട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ BJPക്ക് നേടാനായാലും ആ വോട്ടിനെ മറികടക്കാനുള്ളൊരു വിഹിതം കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കും എന്നാണ് അവരുടെ ഏറ്റവും പ്രതീക്ഷ. അപ്പോൾ ആ ഒരു മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ആ ഒരു മണ്ഡലങ്ങളിൽ നിന്ന് എത്ര തരത്തിലുള്ള വോട്ടുകൾ നമുക്ക് UDFിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും? കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയെന്നൊരു ചൊല്ലുണ്ട്. അതാണിപ്പോൾ പയ്യന്നൂരും കല്യാശ്ശേരിയും സംഭവിക്കാൻ പോകുന്നത്.